ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ അയക്കുന്ന ഓരോ സന്ദേശവും നമ്മൾ നടത്തുന്ന ഓരോ തിരച്ചിലുകളും കേവലം അക്ഷരങ്ങളോ ആശയവിനിമയമോ മാത്രമല്ല. അവ വൻകിട ടെക് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണഖനിയേക്കാൾ വിലയുള്ള വിവരങ്ങളാണ്. ഒരു സുഹൃത്തിനയക്കുന്ന സാധാരണ സന്ദേശം മുതൽ നമ്മുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കകൾ വരെ എങ്ങനെയാണ് പരസ്യങ്ങളായി നമ്മുടെ സ്ക്രീനുകളിൽ തിരിച്ചെത്തുന്നത് എന്നത് പലപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഈ വിഷയത്തിലാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഇപ്പോൾ അതിശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വാട്സാപ്പിൻ്റെയും അതിൻ്റെ മാതൃ കമ്പനിയായ മെറ്റയുടെയും സ്വകാര്യതാ നയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാവിയിൽ നിർണായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ ഉപയോഗിച്ച് കളിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ വാക്കുകൾ കേവലം ഒരു താക്കീത് മാത്രമല്ല, മറിച്ച് കോടിക്കണക്കിന് സാധാരണക്കാരുടെ മൗലികാവകാശ സംരക്ഷണത്തിനായുള്ള പ്രഖ്യാപനം കൂടിയാണ്. വാട്സാപ്പിൻ്റെ 2021 വിവാദപരമായ സ്വകാര്യതാ നയവുമായി ബന്ധപ്പെട്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ 213.14 കോടി രൂപയുടെ പിഴ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച ഹർജികളിലാണ് സുപ്രീം കോടതി ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. ഉപഭോക്താക്കളുടെ വിവരങ്ങൾ അവരുടെ സമ്മതമില്ലാതെ മെറ്റയുടെ മറ്റ് പ്ലാറ്റ്ഫോമുകളുമായി പങ്കുവയ്ക്കുന്നതിനെയാണ് കോടതി പ്രധാനമായും എതിർത്തത്. വാട്സാപ്പ് വിപണിയിൽ പുലർത്തുന്ന കുത്തക സ്വഭാവത്തെ കോടതി രൂക്ഷമായി വിമർശിച്ചു. ഉപഭോക്താക്കൾക്ക് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ ആപ്പ് ഒഴിവാക്കാം എന്ന കമ്പനിയുടെ വാദത്തെ ചീഫ് ജസ്റ്റിസ് നേരിട്ടത് യുക്തിസഹമായ ചോദ്യങ്ങളിലൂടെയാണ്. ഇന്ത്യയിലെ സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക്, ഉദാഹരണത്തിന് തെരുവോരത്ത് പഴം വിൽക്കുന്ന ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ വീട്ടുജോലിക്കാർക്കോ സങ്കീർണമായ നിയമഭാഷയിൽ എഴുതപ്പെട്ട സ്വകാര്യതാ നയങ്ങൾ വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു കോടതിയുടെ പ്രധാന ചോദ്യം. ഉപഭോക്താവിന് മറ്റു വഴികളില്ലാത്ത സാഹചര്യത്തിൽ ഒരു സേവനം ഉപയോഗിക്കണമെങ്കിൽ വിവരങ്ങൾ നൽകിയേ തീരൂ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് അടിച്ചേൽപ്പിക്കലാണ്. കുത്തക സ്വഭാവമുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് പുറത്തു പോകുക എന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രായോഗികമാണ്. വിവരചോരണത്തെ ഒരു തരത്തിലുള്ള മോഷണമായിട്ടാണ് കോടതി വിശേഷിപ്പിച്ചത്. സ്വകാര്യ വിവരങ്ങൾ വാണിജ്യ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നത് വ്യക്തികളുടെ മൗലികാവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് തന്റെ വ്യക്തിപരമായ അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഈ പ്രവണതയുടെ അപകട സാധ്യത വെളിപ്പെടുത്തി. ഒരു ഡോക്ടർക്ക് അയക്കുന്ന ആരോഗ്യപരമായ സന്ദേശത്തിന് തൊട്ടു പിന്നാലെ സമാനമായ മരുന്നുകളുടെയോ ചികിത്സകളുടെയോ പരസ്യങ്ങൾ ഇമെയിലിലും യൂട്യൂബിലും പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം ചോദിച്ചു. സന്ദേശങ്ങൾ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആണെന്ന് കമ്പനികൾ അവകാശപ്പെടുമ്പോഴും ഉപയോക്താക്കളുടെ സ്വഭാവ രീതികളും താൽപ്പര്യങ്ങളും എങ്ങനെയാണ് ഇത്ര കൃത്യമായി വിശകലനം ചെയ്യപ്പെടുന്നത് എന്ന വലിയ ചോദ്യം ഇതിലൂടെ ഉയരുന്നു. ഡേറ്റയുടെ മൂല്യത്തെക്കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകളും കോടതിയിൽ നടന്നു. വ്യക്തികളുടെ ഓരോ ഡിജിറ്റൽ നീക്കവും പണമാക്കി മാറ്റുന്ന വിപണിയിൽ ആ വിവരങ്ങൾ വിനിയോഗിക്കുന്നതിന് കമ്പനികൾ ഉപയോക്താക്കൾക്ക് എന്ത് പ്രതിഫലമാണ് നൽകുന്നത് എന്നായിരുന്നു ജസ്റ്റിസ് ബാങ്ചിയുടെ ചോദ്യം. നമ്മുടെ ഭൂമി മറ്റൊരാൾ ഉപയോഗിക്കുമ്പോൾ നാം വാടക ഈടാക്കുന്നത് പോലെ നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ കമ്പനികൾ വാണിജ്യ ലാഭത്തിനായി ഉപയോഗിക്കുമ്പോൾ അതിന് എന്ത് മൂല്യമാണ് കൽപ്പിക്കുന്നത്? നിലവിൽ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് സ്വകാര്യതയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ഡേറ്റയുടെ വാണിജ്യ മൂല്യത്തെക്കുറിച്ചോ അത് പങ്കുവയ്ക്കുമ്പോൾ ലഭിക്കേണ്ട അവകാശങ്ങളെക്കുറിച്ചോ വ്യക്തത നൽകുന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലെ നിയമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ നിയമ സംവിധാനം കൂടുതൽ കരുത്തുറ്റതാകേണ്ടതുണ്ടെന്നും കോടതി ഓർമ്മിപ്പിച്ചു. സൗജന്യമായി ലഭിക്കുന്ന സേവനങ്ങളിൽ ഉപയോക്താവ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഉൽപ്പന്നം എന്ന വസ്തുത ഗൗരവമായി കാണേണ്ടതുണ്ട്. കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ അവകാശമുണ്ടെങ്കിലും അത് പൗരന്മാരുടെ അവകാശങ്ങൾ ബലികഴിപ്പിച്ചുകൊണ്ടാവരുത്. ഈ സാഹചര്യത്തിൽ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ പരസ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കില്ല എന്ന സത്യവാങ്മൂലം സമർപ്പിക്കാൻ കമ്പനികളോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അല്ലാത്തപക്ഷം കേസ് തള്ളിക്കളയുമെന്ന കടുത്ത മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു. IT മന്ത്രാലയത്തെ കക്ഷി ചേർത്തത് ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ നയപരമായ ഇടപെടൽ കൂടി ഉറപ്പാക്കാനാണ്. ഡിജിറ്റൽ സാക്ഷരത കുറഞ്ഞ ഒരു വലിയ വിഭാഗം ജനതയുള്ള ഇന്ത്യയിൽ സങ്കീർണമായ നിയമങ്ങൾ ഉപയോഗിച്ച് അവയുടെ സ്വകാര്യത കവരുന്നത് തടയേണ്ടത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണക്കാർ പോലും സ്മാർട്ട് ഫോണുകളെയും വാട്സാപ്പിനെയും ആശ്രയിക്കുന്ന കാലത്ത് അവരുടെ വിവരങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. കേവലം ഒരു ആപ്പിൻ്റെ പ്രവർത്തനത്തിനപ്പുറം ഡിജിറ്റൽ കാലത്തെ പൗരൻ്റെ സ്വകാര്യത എന്ന വിശാലമായ അർത്ഥത്തിലാണ് ഈ കേസിനെ നോക്കിക്കാണേണ്ടത്. അടുത്ത ആഴ്ചകളിൽ കോടതി കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ലോകമെമ്പാടുമുള്ള ടെക് ഭീമന്മാർക്ക് ഒരു പാഠമായിരിക്കും. ഇന്ത്യയിലെ നിയമവ്യവസ്ഥ പൗരന്മാരുടെ പക്ഷത്താണെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. സ്വകാര്യത എന്നത് ആഡംബരമല്ല, മറിച്ച് ഓരോ പൗരൻ്റെയും അവകാശമാണെന്ന ബോധ്യം ഈ നിയമ പോരാട്ടം ഉറപ്പിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വാട്സാപ്പും മെറ്റയും സമർപ്പിക്കാൻ പോകുന്ന സത്യവാങ്മൂലങ്ങൾ ഈ
തർക്കത്തിൽ ഒരു വഴിത്തിരിവാകും. ഡിജിറ്റൽ ലോകത്തെ നമ്മുടെ ഓരോ അടയാളവും നിരീക്ഷിക്കപ്പെടുകയും വിൽക്കപ്പെടുകയും ചെയ്യുന്ന കാലത്ത് സുപ്രീം കോടതിയുടെ ഈ കാവലാൾ വേഷം സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ആഗോള കമ്പനികളുടെ വാണിജ്യ താൽപ്പര്യങ്ങൾക്കും രാജ്യത്തെ പൗരന്മാരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്കും ഇടയിലുള്ള തുലനം കണ്ടെത്തുക എന്നതാണ് ഈ കേസിന്റെ കാതൽ. ഇതിലൂടെ വരാനിരിക്കുന്ന നിയമപരിഷ്കാരങ്ങൾ ഇന്ത്യയിലെ ഡിജിറ്റൽ അന്തരീക്ഷത്തെ കൂടുതൽ സുരക്ഷിതമാക്കുമെന്ന് നമുക്ക് കരുതാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.